ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റാണ്, ഊർജത്തിൻ്റെ ഉറവകൾ. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അധ്യായം 5, ഊർജത്തിൻ്റെ ഉറവകൾ. ഭക്ഷണം പാകം ചെയ്യാനായിട്ട് നമ്മൾ പല സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്? വിറകടുപ്പ് ഉപയോഗിക്കാറുണ്ട്, ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാറുണ്ട്, ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ? വിറകടുപ്പിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ് കൂട്ടുകാരെ? വിറക് കത്തുമ്പോഴാണ് വിറകടുപ്പിൽ താപം കിട്ടുന്നതല്ലേ? അപ്പോൾ മണ്ണെണ്ണ സ്റ്റൗവിലോ? മണ്ണെണ്ണയിൽ നിന്നാണ് താപം ഉണ്ടാകുന്നത്. ഗ്യാസ് സ്റ്റൗവിലോ? ഗ്യാസാണ് നമ്മൾ താപം ലഭിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നത്. അപ്പോൾ ഈ വിറകും ഗ്യാസും മണ്ണെണ്ണയൊക്കെ എന്താണ് കൂട്ടുകാരെ? നോക്കാം. ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങളെന്ന് പറയുന്നത്. പാചകത്തിന് ആവശ്യമായിട്ടും വാഹനങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ധനങ്ങളെ പ്രധാനമായും 3ആയിട്ട് തരംതിരിക്കുന്നു: ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിറക്, കൽക്കരി. പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ ഇവയെല്ലാം ദ്രാവക ഇന്ധനങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ഇനി നോക്കൂ, LPG, CNG, ഹൈഡ്രജൻ ഇവയെല്ലാം വാതക ഇന്ധനങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാചക ആവശ്യത്തിന് മാത്രമാണോ ഇന്ധനം ഉപയോഗിക്കുന്നത്? അല്ലല്ല. ഇവിടെ നോക്കൂ, നമ്മൾ വാഹനങ്ങൾ ഓടിക്കാനും ഊർജം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഊർജം ലഭിക്കുന്നത് ഇന്ധനങ്ങളിൽ നിന്നാണ് അല്ലേ? കാറിലും ബസ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? പെട്രോള്, ഡീസൽ ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്നറിയാമോ? അതാണ് ഏവിയേഷൻ ഫ്യൂവൽ. എന്താണ്? ഏവിയേഷൻ ഫ്യൂവൽ. ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്താണ്? ഊർജത്തിൻ്റെ ഉറവിടമാണല്ലേ? അപ്പോൾ ജ്വലനം മൂലം, കത്തുന്നത് മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തേക്ക് വരുന്നത്. അതിനാൽ തന്നെ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. കൂട്ടുകാരെ, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നു? കഴിച്ചു അല്ലേ? നമുക്ക് ഓടാനും ചാടാനും ഒക്കെയുള്ള ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു ഊർജ സ്രോതസ്സാണ്. അപ്പോൾ ആഹാരം എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണ്. കൂട്ടുകാരെ, ഇന്ധനങ്ങളൊക്കെ വെറുതെ കത്താറുണ്ടോ? ഇല്ല അല്ലേ? ദേ നോക്കൂ, ഇത് അപ്പൂൻ്റെ വീട്ടിലെ വിറകടുപ്പാണ്. അമ്മ രാവിലെ നോക്കിയപ്പോൾ ഈ അടുപ്പിൽ കനലുണ്ട്, പക്ഷെ അത് കത്തുന്നില്ല. അമ്മ ഒരു സൂത്രം ചെയ്തു. എന്താണെന്നറിയാമോ? ഒരു കുടലെടുത്ത് കനലിന് നേരെ പിടിച്ച് ഊതാൻ തുടങ്ങി. അപ്പോഴതാ അത്ഭുതം, കനലിൽ നിന്ന് തീ കത്തുന്നു. അപ്പം നോക്കൂ, ഏതൊരു വസ്തു കത്താനും വായു ആവശ്യമാണ്. നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അതെ, ഇന്ധനങ്ങൾക്ക് കത്താൻ വായു ആവശ്യമാണ്. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ധനങ്ങളെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. അപ്പോൾ വിറകടുപ്പിൽ കത്തുന്നതിന് വേണ്ടി അമ്മ കുഴലുപയോഗിച്ച് ഊതുന്നത് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? മനസ്സിലായല്ലേ? ശരിയായ വായു സഞ്ചാരമുള്ള അടുപ്പുകളാണ് പെട്ടെന്ന് നന്നായിട്ട് കത്തുന്നത്. അപ്പോൾ നമ്മൾ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആവശ്യത്തിലധികം വിറകൊന്നും അടുപ്പിൽ കുത്തി നിറയ്ക്കാൻ പാടില്ല കേട്ടോ. പിന്നെ വായു സഞ്ചാരം നന്നായിട്ട് ഉറപ്പുവരുത്തുക. വിറക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാത്രമേ അടുപ്പിൽ വയ്ക്കാൻ പാടുള്ളൂ. വിറക് പൂർണ്ണമായിട്ടും കത്തിത്തീരുന്നത് വരെ ഉപയോഗപ്പെടുത്തുക. ദിവസവും അടുപ്പ് നന്നായിട്ട് വൃത്തിയാക്കുക. മാസത്തിലൊരിക്കൽ പുകക്കുഴൽ നമുക്ക് വൃത്തിയാക്കാം.
ഒരു വിറകടുപ്പ് മെച്ചപ്പെട്ടതാക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു മികച്ച അടുപ്പിന് വേണ്ടതെന്നുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി മറ്റെന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മെച്ചപ്പെട്ട അടുപ്പ് വേണമെങ്കിൽ ഇന്ധനം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പാണ് മെച്ചപ്പെട്ട അടുപ്പ്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഉണ്ടാകുന്ന ചൂട് മുഴുവൻ പാത്രത്തിന് തന്നെ ലഭിക്കണം. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത് നോക്കൂ, നമ്മൾ പറഞ്ഞതുപോലെ പുകക്കുഴലുകൾ അല്ലെങ്കിൽ പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളും ഒരു മികച്ച അടുപ്പിന് ഉണ്ടാവണം. അപ്പോൾ അടുപ്പ് മെച്ചപ്പെട്ടതാകാൻ അല്ലെങ്കിൽ മെച്ചപ്പെട്ട അടുപ്പ് രൂപീകരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. കൂട്ടുകാരെ, ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. എത്രമാത്രം ഇന്ധനങ്ങളാണ് ഈ വാഹനങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? അതെ, ഇന്ധനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വാഹനങ്ങളിൽ ഒത്തിരി നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ. നമ്മൾ ആഹാരം പാചകം ചെയ്യാനായിട്ട് നിത്യവും ഒത്തിരി ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലേ. ഇന്ധനങ്ങൾ ഈ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഭാവിയിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും? ഭാവിയിൽ നമുക്ക് ഇന്ധനങ്ങൾ തീർന്നു പോയാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇന്ധനങ്ങൾ ഇല്ലാതെ വരും. അപ്പോൾ നമ്മൾ മറ്റു മാർഗങ്ങൾ തേടി പോകേണ്ടി വരും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ എല്ലാ കാലവും നിലനിൽക്കുന്നതാണോ? അല്ലല്ല. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. പെട്രോളിയം റിഫൈനറി. കൂട്ടുകാർ കണ്ടായിരുന്നു? കണ്ടു. ഇവിടെ നോക്കൂ, ഈ ചിത്രങ്ങൾ. ഇത് സൗരോർജ്ജ പാനലാണ്. ഇത് കാറ്റാടി യന്ത്രമാണ്. നമുക്കറിയാം, സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചിട്ട് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു ഉപകരണമാണ് സൗരോർജ്ജ പാനലുകൾ. കാറ്റാടി യന്ത്രം എന്നാൽ എന്താണ്? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന യന്ത്രമാണ് കാറ്റാടി യന്ത്രം. നമ്മൾ ഇതുവരെ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. നോക്കൂ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്നും. ആദ്യം നമുക്ക് നോക്കാം, എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പല പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം, അതായത് ഭൂകമ്പം, വെള്ളപ്പൊക്കം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത്. ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നാൽ എന്ത്? അപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അതായത് പിന്നെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കൂട്ടുകാരെ? പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉപയോഗം നിയന്ത്രിച്ചില്ല എങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് കേട്ടോ. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇത്ര മാത്രം. എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ? അവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളെയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഉദാഹരണമാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG. ഇനി നമുക്ക് നോക്കാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇവിടെ നോക്കൂ, എത്ര തന്നെ ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇവയ്ക്ക് ഉദാഹരണമാണ് സൗരോർജ്ജം, കാറ്റ്, തിരമാല. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, കുറച്ച് പത്രവാർത്തകൾ നമുക്ക് കാണാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സോളാർ പാനൽ മാറ്റിവെച്ചു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ബസ് ISRO പുറത്തിറക്കി. ഡൽഹിയിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതിക്കായി ബജറ്റിൽ കൂടുതൽ തുക അനുവദിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്തെല്ലാം സാധ്യതകളാണ് ഈ വാർത്തയിൽ പറയുന്നത്? ഭാവി കാര്യങ്ങളാണ് പറയുന്നത്. ശരിയല്ലേ? ബഹിരാകാശ നിലയത്തിൽ ഇവിടെ കണ്ടോ, സൗരോർജ്ജ പാനലുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ബഹിരാകാശ നിലയത്തിൽ സൗരോർജ്ജ പാനലുകൾ മാറ്റി സ്ഥാപിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. നമുക്കറിയാം, കാൽക്കുലേറ്ററുകളുണ്ട്, സോളാർ ലൈറ്റുകളുണ്ട്, ടോർച്ചുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട്.
ഇവിടെ നോക്കൂ, സൗരോർജ്ജം. ചിത്രത്തിലെ ഉപകരണങ്ങളൊക്കെ കണ്ടോ? കാൽക്കുലേറ്റർ, സോളാർ തെരുവിളക്ക്, സോളാർ ഹീറ്ററുകൾ, സോളാർ കുക്കറുകൾ. ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതിലെ ഊർജം എടുത്താണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് കേട്ടോ. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ലുകൾ. അവയുടെ നിരകളാണ് സൗരോർജ്ജ പാനലുകൾ. അപ്പോൾ നമ്മൾ എന്താണ് സൗരോർജ്ജ പാനലുകൾ എന്നാണ് പഠിച്ചത്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് സോളാർ പാനലുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗരോർജ്ജ പാനലുകൾ എന്ന് പറയുന്നത്. എത്ര ഉപയോഗിച്ചാലും ഇവ തീർന്നു പോകുന്നില്ല കേട്ടോ. മാത്രമല്ല മലിനീകരണവും ഉണ്ടാകുന്നില്ല. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകളും കുക്കറുകൾ, വാട്ടർ ഹീറ്ററുകൾ, കാൽക്കുലേറ്ററുകൾ ഇവയെല്ലാം ഇന്ന് വ്യാപകമാണ്. ചിലതൊക്കെ നമ്മുടെ വീടുകളിലും ഉണ്ട്, ശരിയല്ലേ? അതെ. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റിൽ നിന്ന് നമുക്ക് ഊർജ്ജം എടുക്കാനായിട്ട് പറ്റും. വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് ഈ കാറ്റാടി കറങ്ങുന്നത്. കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നു. അപ്പോൾ ഭാവിയിലേക്ക് കരുതലോടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. വിറക് ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. കത്തുമ്പോൾ ഉണ്ടാകുന്ന കരിയും വാതകങ്ങളും അന്തരീക്ഷത്തിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുമുണ്ട്. മാത്രമല്ല വിറകിൻ്റെ അമിത ഉപയോഗം വനനശീകരണത്തിന്, വനത്തിൽ നിന്നല്ലേ കൂട്ടുകാരെ വിറകെടുക്കുന്നത്? അതെ, അപ്പോൾ ഈ വനനശീകരണത്തിനും ഇടയാക്കുന്നുണ്ട്. ഇന്ധനങ്ങളുടെ ഉപയോഗം നാൾക്ക് നാൾ അല്ലെങ്കിൽ ദിവസം കൂടുന്തോറും വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കൽക്കരി, പെട്രോളിയം ഈ ഇന്ധനങ്ങളുടെ ഉപയോഗം നമ്മൾ കർശനമായി നിയന്ത്രിക്കുകയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് സൂര്യൻ, കാറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഊർജം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ കഴിയും. അപ്പോൾ ദിവസവും ഇന്ധനങ്ങൾ ഒട്ടനവധി പാഴായി പോകുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പാഴായി പോകുന്നത്? പാചകത്തിന് ശേഷം അടുപ്പിൽ ബാക്കി വരുന്ന വിറകും കനലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ഇട്ടേച്ചങ്ങ് പോകുന്നു. അത് വെറുതെ കത്തി അങ്ങ് തീരുന്നു. എന്നാൽ ഇത് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നത്തെ ഇതിൽ ഉപയോഗിക്കാമല്ലോ. പിന്നെ പൊതുവാഹനങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മൾ വെറുതെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നു അല്ലേ? നമുക്കിപ്പോൾ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം? ബസ്സിനെ ആശ്രയിക്കാം അല്ലേ? പൊതുവാഹനങ്ങളുണ്ട്, അതിൽ കയറി നമുക്ക് പോവാം. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സ്കൂട്ടറോ ബൈക്കോ കാറോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ സ്വയം യാത്ര ചെയ്യുന്നു. ഇത് ഇന്ധനങ്ങൾ പാഴായി പോകുന്നതിന് കാരണമാക്കുന്നു. ആഡംബര വാഹനങ്ങളിൽ പലതും ഇന്ധനക്ഷമത വളരെ കുറവാണെന്നറിഞ്ഞിട്ടും വ്യാപകമായി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതും ഇന്ധനം പാഴായി പോകുന്നതിന് ഒരു കാരണമാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വൈദ്യുതി പാഴായി പോകുന്നതെന്ന് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. കൂട്ടുകാരുടെ അച്ഛനോടോ അമ്മയോടോ ഒപ്പം മാത്രമേ ഈ പരീക്ഷണം ചെയ്യാവൂ കേട്ടോ. ഒരു തെർമോമീറ്റർ എടുത്തിട്ട് ദേ ഇവിടെ കണ്ടോ ഫിലമെൻ്റ് ബൾബ്, ഈ ബൾബിൻ്റെ അടുത്ത് തെർമോമീറ്റർ പിടിക്കുക. അതുപോലെ തന്നെ CFL ലാമ്പിൻ്റെ മുന്നിലും തെർമോമീറ്റർ പിടിക്കുക. ഏതിലാണ് കൂടുതൽ റീഡിങ് രേഖപ്പെടുത്തുന്നതെന്ന് കൂട്ടുകാർ നോക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ റീഡിങ് കാണിക്കുന്നത് ഫിലമെൻ്റ് ലാമ്പിലായിരിക്കും. CFL ലാമ്പിൽ കുറവായിരിക്കും കാണിക്കുന്നത്. ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ് കേട്ടോ. എന്നാൽ അതേ വെളിച്ചം തരുന്ന CFL പ്രവർത്തിക്കുന്നതിന് വളരെ കുറച്ച് മാത്രമാണ് കറണ്ട് ആകുന്നത് അല്ലെങ്കിൽ വൈദ്യുതി ആകുന്നത്. അതിനാൽ ഊർജം ലാഭിക്കുന്നതിന് CFL ആണ് നല്ലത്. അതുപോലെ തന്നെ ഊർജ്ജ ലാഭം ഉണ്ടാക്കുന്ന LED ലാമ്പുകളും ഇന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഊർജം പാഴാവുന്ന തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കൂ, ഇന്ധനക്ഷമതയുള്ള പുക അടുപ്പുകളൊക്കെ നമുക്ക് നിർമ്മിക്കാം അല്ലേ? അത് പോയിട്ടോ ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇതെല്ലാം ഊർജം പാഴാകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഊർജം പാഴാകാതിരിക്കും ഊർജ സ്രോതസ്സുകളെയും നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഊർജം സംരക്ഷിക്കുന്നതിന് നമ്മൾ ദേശീയ തലത്തിൽ ഒരു ദിനം ആചരിക്കുന്നുണ്ട്. ഏതാണ് ആ ദിവസം എന്നറിയാമോ? ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 5ാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിച്ചത്? ഊർജ സ്രോതസ്സുകളെ കുറിച്ചാണ് അല്ലേ? ഊർജ സ്രോതസ്സുകളെക്കുറിച്ചും അതിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്.
ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇന്ധനങ്ങൾ പൊതുവെ 3 രീതിയിൽ തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖരം, ദ്രാവകം, വാതകം. ഇതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, വിറക്. ദ്രാവകങ്ങൾക്കോ പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ. വാതക ഇന്ധനങ്ങൾക്കാണ് LPG, ഹൈഡ്രജൻ ഇവയെല്ലാം വരുന്നത്. ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇന്ധന സംരക്ഷണത്തിനുമുള്ള വിവിധ മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഊർജ്ജ സ്രോതസ്സുകളെ 2 രീതിയിൽ തരംതിരിക്കുന്നു അല്ലേ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്നും. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്നാൽ എന്താണ് കൂട്ടുകാരെ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെന്ന് പറയുന്നത്. ഉദാഹരണം ഏതൊക്കെയാണ്? പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ ഇവയെല്ലാം പാരമ്പര്യ സ്രോതസ്സുകളാണ്. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെന്ന് പറയുന്നത്. ഏതൊക്കെയാണവ? സൗരോർജ്ജം, കാറ്റ് ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഇവ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് വൻതോതിൽ ഊർജ്ജ ക്ഷാമം ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ കാണുന്ന വിലയിരുത്താം, തുടർ പ്രവർത്തനങ്ങൾ എന്നിവയിലെ ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. നോക്കൂ, എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം സൂര്യനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാം ദിവസേന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരം ഒരു ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ ഈ ആഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി വിഭവങ്ങളൊക്കെ വേണം. ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സൂര്യനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം സൂര്യനാണെന്ന് പറയാൻ കാരണം. ഇത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കോഴിമുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻക്യുബേറ്റർ. ഇതിൽ ഏതു തരം ബൾബാണ് കൂടുതൽ അഭികാമ്യം? കൂടുതൽ അഭികാമ്യം നമുക്കറിയാം അല്ലേ കൂട്ടുകാരെ? കോഴിമുട്ട വിരിയാൻ നല്ല ചൂട് ആവശ്യമാണ്. അപ്പോൾ ഏത് ബൾബായിരിക്കും? അതെ, ഫിലമെൻ്റ് ബൾബുകളാണ് കൂടുതൽ അഭികാമ്യമായി വരുന്നത്. 3. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ പരിശോധിച്ച് ഊർജ്ജ സംരക്ഷണത്തിന് സഹായമായവ കണ്ടെത്തുക. കാരണവും വിശദീകരിക്കുമല്ലോ. 5 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വട്ടം വരയ്ക്കുന്നവയാണ് ഊർജ്ജ സംരക്ഷണത്തിന് സഹായമായവ. അപ്പോൾ അത് കൂട്ടുകാർ എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, തുടർ പ്രവർത്തനങ്ങൾ. ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെന്ത് ചെയ്യണം? ഇതൊക്കെ വായിച്ചൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ. കൂട്ടുകാരും സ്വന്തമായിട്ട് നോട്ടീസ് എഴുതി തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത് നോക്കൂ, രണ്ടാമത്തെ തുടർ പ്രവർത്തനമാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 10 വീട് സന്ദർശിച്ച് അവർ ഒരു മാസം വാഹനത്തിനും പാചകത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ അളവും ചെലവും ഒക്കെ സർവേയിലൂടെ കണ്ടെത്താനാണ്. അപ്പോൾ ഒരു സർവേ നടത്താനാണ്. അപ്പോൾ കൂട്ടുകാരിത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 5ാമത്തെ അധ്യായവും പഠിച്ചു കഴിഞ്ഞു, ഊർജ്ജത്തിൻ്റെ ഉറവകൾ. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്